ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. സാമ്പാർ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും രുചിയേറിയ അല്ലെങ്കിൽ ഏറ്റവും സ്വാദേറിയ ഒരു വിഭവമാണ്. സാമ്പാർ നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം. മിക്കവരും ഉണ്ടാക്കുന്നത് തേങ്ങയെല്ലാം ചേർത്ത് വളരെ സ്വാദിഷ്ടമായിട്ടാണ്. ഞാനിവിടെ എളുപ്പത്തിൽ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനായി നമുക്ക് കുറച്ച് സാമ്പാർ കഷ്ണങ്ങളും മസാലകളും മാത്രം മതിയാവും. ഇങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാർ വളരെ സ്വാദിഷ്ടമാണ്. നമ്മൾ തേങ്ങയിട്ടുണ്ടാക്കുന്ന അതേ രുചി തന്നെ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയാലും കിട്ടുന്നതായിരിക്കും. അതിനായി രണ്ട് തരത്തിലാണ് ഞാൻ കഷ്ണങ്ങളെ വിഭജിക്കാൻ പോകുന്നത്. ഒന്ന് കട്ടിയുള്ള കഷ്ണങ്ങളും രണ്ട് കട്ടി കുറഞ്ഞ കഷ്ണങ്ങളും. ഈ കട്ടിയുള്ള കഷ്ണങ്ങളാണ് ഇപ്പോൾ ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം ക്യാരറ്റ് നമ്മൾ അരിയുന്നത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സാമ്പാറിൽ എപ്പോഴും നീളത്തിലാണ് കഷ്ണങ്ങൾ അരിയുക. അപ്പോൾ ക്യാരറ്റും നമ്മൾ നീളം കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ രീതിയിൽ വേണം നമ്മൾ ക്യാരറ്റ് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി അടുത്തത് നമ്മൾ പൊട്ടറ്റോ എടുക്കണം. പൊട്ടറ്റോയും നമ്മൾ തീരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിയരുത്. അത്യാവശ്യം നീളത്തിൽ കിട്ടുന്ന തരത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. നിങ്ങളിപ്പോൾ കാണുന്ന ഈ വിധത്തിൽ വേണം നമ്മൾ പൊട്ടറ്റോ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാനായിട്ട്. ഇതാ നമ്മുടെ ക്യാരറ്റ് കഷ്ണങ്ങളും പൊട്ടറ്റോ കഷ്ണങ്ങളും നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത കട്ടി കഷ്ണങ്ങൾ എന്ന് പറയുന്നത് കുമ്പളങ്ങയും മത്തങ്ങയുമാണ്. കുമ്പളങ്ങയും മത്തങ്ങയും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. അതായത് നീളത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം. അതിനായി ആദ്യം തന്നെ രണ്ടിൻ്റെയും തോലുകൾ കളഞ്ഞ് ഉള്ളിലെ കുരുവുള്ള ഭാഗവും കളഞ്ഞിട്ട് വേണം നമ്മൾ കുമ്പളങ്ങയും മത്തങ്ങയും അരിഞ്ഞെടുക്കാനായിട്ട്. കുമ്പളങ്ങ അരിയുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ മത്തങ്ങ അരിയുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതേ രീതിയിൽ തന്നെ വേണം കുമ്പളങ്ങയും നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കട്ടി കഷ്ണങ്ങൾ: ക്യാരറ്റ്, പൊട്ടറ്റോ, കുമ്പളങ്ങ, മത്തങ്ങ. ഇനി ഇവയെല്ലാം നമ്മൾ നല്ലതുപോലെ കഴുകിയെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ കഴുകിയെടുത്ത കട്ടിയുള്ള സാമ്പാർ കഷ്ണങ്ങൾ. ഇനി ഇതെല്ലാം നമ്മൾ ഒരു കുക്കറിലേക്ക് ഇടുകയാണ്. ഇനി നമുക്കിത് വേവിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ട് ഈ കഷ്ണങ്ങൾ അതിലേക്ക് ഇടാം. ഈ കഷ്ണങ്ങളുടെ കൂടെ നമുക്ക് കുറച്ച് പരിപ്പ് ആഡ് ചെയ്യണം. കാരണം പരിപ്പാണല്ലോ സാമ്പാറിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് പരിപ്പ് കഴുകിയെടുക്കാം. ഇനി ഈ പരിപ്പ് നമ്മൾ കുക്കറിലേക്ക് ഇടുന്നു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഈ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഈ ഇട്ട കഷ്ണങ്ങളും പരിപ്പും എല്ലാം മുങ്ങിക്കിടക്കുന്ന അളവിൽ വേണം വെള്ളം ഒഴിക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വറുത്ത മസാലപ്പൊടികളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ഈ മസാലപ്പൊടികളെല്ലാം വറുക്കണം. ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി ഇടാം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ എടുക്കണം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് സാമ്പാർ പൊടിയാണ്. നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാമ്പാർ പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ സാമ്പാർ പൊടിയാണ്. പിന്നെ അതോടൊപ്പം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉലുവപ്പൊടിയാണ്. ഉലുവപ്പൊടി കുറച്ച് അളവിൽ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ്. ഈ കായത്തിൻ്റെ പൊടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കായപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ മസാലപ്പൊടികളെല്ലാം ഇനി നല്ലവണ്ണം മിക്സ് ചെയ്യണം. എന്നിട്ട് സ്റ്റൗ ഓണാക്കി നമുക്ക് ഈ മസാലപ്പൊടികൾ വറുത്തെടുക്കാം. ഒരു റെഡിഷ് ബ്രൗൺ കളറാണ് മസാലപ്പൊടി വറുത്തു എന്നതിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ നമുക്ക് റെഡിഷ് ബ്രൗൺ ആകുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. റെഡിഷ് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് നേരം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അല്ലെങ്കിൽ
അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓഫ് ചെയ്തതിന് ശേഷവും നമ്മൾ കുറച്ച് നേരം മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കുക്കറിലേക്ക് ഈ വറുത്ത മസാലപ്പൊടികൾ ആഡ് ചെയ്യുവാനായിട്ട്. എന്നിട്ട് നമ്മൾ കുക്കറിലിട്ട് നല്ലതുപോലെ ഇളക്കണം. എന്നാലാണ് ഈ മസാലപ്പൊടിയും സാമ്പാർ കഷ്ണങ്ങളും തമ്മിൽ നന്നായി ചേരുകയുള്ളൂ. എന്നിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ സാമ്പാർ കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. നേരെ ഈ കുക്കർ നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുന്നു. സ്റ്റൗ ഓണാക്കുന്നു. എന്നിട്ട് കുക്കർ അടച്ചു വയ്ക്കുന്നു. ഒരു വിസിലാണ് ഈ സാമ്പാർ കഷ്ണങ്ങളുടെ വേവിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് ഒരു വിസിൽ അടിക്കുന്നത് വരെ കാത്തിരിക്കാം. ഇനി അടുത്തതായി നമ്മൾ എടുക്കാൻ പോകുന്നത് കട്ടി കുറഞ്ഞ കഷ്ണങ്ങളാണ്. കട്ടി കുറഞ്ഞ കഷ്ണങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കട്ടി കുറഞ്ഞ കഷ്ണങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്കയാണ്. ഒരു 3-4 വെണ്ടയ്ക്ക നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നു. ഇനി അടുത്തത് വേണ്ടത് കോവയ്ക്കയാണ്. കോവയ്ക്കയും നമ്മൾ നീളത്തിൽ അരിയും. അതിനായിട്ട് നമ്മൾ കോവയ്ക്കയുടെ 2 അറ്റവും ചെത്തിക്കളഞ്ഞിട്ട് 4 അല്ലെങ്കിൽ 3 കഷ്ണങ്ങളായി നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കും. ഒരു 5-6 കോവയ്ക്കയെങ്കിലും നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കണം. വണ്ണം കൂടിയ കോവയ്ക്കയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ വണ്ണം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി വേണ്ടത് 2 തക്കാളിയാണ്. തക്കാളി നമ്മളിപ്പോൾ അരിയുന്നില്ല. തക്കാളി വാഷ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അരിയുക. പിന്നെ വേണ്ടത് ഒരു സവോളയാണ്. സവോളയും നമ്മളിപ്പോൾ അരിയുന്നില്ല. അതിൻ്റെ തോല് മാത്രമാണ് കളയുന്നത്. വാഷ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ സവോള നീളം കഷ്ണങ്ങളാക്കി അരിയുക. ഇനി അടുത്തതായി വേണ്ട കഷ്ണം എന്ന് പറയുന്നത് മുരിങ്ങക്കോലാണ്. മുരിങ്ങക്കോല് നമ്മൾ അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് നീളം കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നു. ഒരു 2 വലിയ മുരിങ്ങക്കോല് നമുക്ക് ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കട്ടി കുറഞ്ഞ കഷ്ണങ്ങൾ: സവോള, തക്കാളി, കോവയ്ക്ക, വെണ്ടയ്ക്ക, മുരിങ്ങക്കോല്. ഇനി നമുക്ക് ഈ കട്ടി കുറഞ്ഞ കഷ്ണങ്ങളെല്ലാം കഴുകാം. നല്ലതുപോലെ വാഷ് ചെയ്യണം. കാരണം നമുക്കറിയാം, ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മിക്ക പച്ചക്കറികളിലും അവർ മരുന്നടിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളിയും സവോളയും നമ്മൾ നുറുക്കിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തത് കൊണ്ട് ഇനി നമുക്ക് സവോളയും തക്കാളിയും നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ കട്ടി കുറഞ്ഞ കഷ്ണങ്ങളെല്ലാം ഫ്രൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സ്റ്റൗ ഓണാക്കി ഒരു ചീനച്ചട്ടി വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് ഉണക്ക ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും അതിലേക്കിടുന്നു. അതിനുശേഷം നമ്മൾ നുറുക്കി കഴുകി വെച്ച കട്ടി കുറഞ്ഞ കഷ്ണങ്ങൾ അതിലേക്കിടുന്നു. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇവ ഫ്രൈ ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം. ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു മൂടിക വെച്ച് നമ്മൾ മൂടുന്നു. ആ ലോ ഫ്ലെയിമിലിരുന്ന് ഈ പച്ചക്കറികളെല്ലാം വെന്തുകൊള്ളും. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ലതുപോലെ അതിൻ്റെ പുളി പിഴിഞ്ഞെടുക്കുക. ആദ്യം പിഴിഞ്ഞെടുത്ത പുളിനീരാണ് നമ്മൾ ഈ പച്ചക്കറിയിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കും. ഹൈ ഫ്ലെയിമിൽ ഇനി ഈ പച്ചക്കറികൾ വെന്തോളും.
അടിയിൽ പിടിക്കുമെന്ന പേടി വേണ്ട, കാരണം അതിൽ പുളിവെള്ളം ഉള്ളതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഈ പുളിവെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഈ പച്ചക്കറികൾ ഫ്രൈ ചെയ്യാം. ദാ കുക്കർ ഒരു വിസിൽ അടിച്ചിരിക്കുന്നു. ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിൻ്റെ എയർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഈ കട്ടി കുറഞ്ഞ കഷ്ണങ്ങൾ വേവായിക്കോളും. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യാൻ മറക്കരുത്. ഇതിലെ പുളിവെള്ളം ഒരുവിധം വറ്റിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കുക്കറിലെ എയർ പോയതിന് ശേഷം നമ്മൾ അതിൻ്റെ അടപ്പൻ തുറക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ കട്ടിയുള്ള കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്, പരിപ്പും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത കട്ടി കുറഞ്ഞ കഷ്ണങ്ങളും ആഡ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോരം കൊഴുപ്പ് ഇതിനുണ്ടെന്ന്. അപ്പോൾ അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ടാകും. അപ്പോൾ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ് തണുത്ത വെള്ളം അതിലേക്ക് ആഡ് ചെയ്യരുത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമായ വെള്ളം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത കട്ടി കുറഞ്ഞ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്ത ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് അതിൽ തന്നെ നമ്മൾ വെള്ളം ഒന്ന് ചൂടാക്കും. ചെറിയ ചൂടിൽ വേണം നമ്മൾ ഈ കുക്കറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാനായിട്ട്. നമുക്ക് എന്തോരം കൊഴുപ്പ് വേണം അതനുസരിച്ചുള്ള വെള്ളമായിരിക്കും നമ്മളിങ്ങനെ ചെറു ചൂടിൽ കുക്കറിലേക്ക് ഒഴിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റൗ ഓണാക്കി കുക്കർ ആദ്യമേ വയ്ക്കുന്നു. ഒന്നും കൂടെ നമ്മളത് തിളപ്പിക്കുന്നു. ഇനി നമുക്ക് ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കാം. നമുക്കപ്പോൾ ഇതിൻ്റെ കൊഴുപ്പ് കാര്യങ്ങളൊക്കെ ഇളക്കുമ്പോൾ മനസ്സിലാവും. അതൊന്നും കൂടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. ഈ സമയം വേണമെങ്കിൽ നമുക്ക് കുറച്ച് തരി കയ്യിലൊഴിച്ചിട്ട് ഉപ്പും നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ തന്നെ സാമ്പാർ ചൂടാക്കുക. ഇതാ നമ്മുടെ സാമ്പാർ തിളച്ച് കഴിഞ്ഞു. 2 മിനിറ്റ് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാം.